ചുട്ടുപൊള്ളിക്കിടക്കുന്ന ന്യൂ മെക്സിക്കോ മരുഭൂമി, നീലാകാശത്ത് നിന്ന് സ്ലോ മോഷനിൽ പാർ വീഴുന്ന ഒരു കാക്കി പാൻറ്, നിലത്ത് വീഴുന്ന പാനിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന RV. ടെലിവിഷൻ സീരീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പണിംഗ് ഷോട്ടാണിത്. ആ RV ഓടിച്ച ആളെ, ആ പാൻറ്റിൻ്റെ ഉടമയെ നമുക്കറിയാം. യു ആർ ഗോഡ് ആം റൈറ്റ്, വാൾട്ടർ വൈറ്റ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കെമിസ്ട്രി അധ്യാപകൻ. സോറി, ആ ഒറ്റ വരിയിൽ ആ കഥാപാത്രം അവസാനിക്കുന്നില്ല. അതൊരു തുടക്കമാണ്. വാൾട്ടർ വൈറ്റിൻ്റെ, ബ്രേക്കിംഗ് ബാഡിൻ്റെ, വിൻസ് ഗില്ലിഗൻ്റെ തുടക്കം. വിർജീനിയയിലെ റിച്ച്മോണ്ടിലാണ് വിൻസ് ഗില്ലിഗൻ്റെ ജനനം. ഗില്ലിഗൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം നൽകിയത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സുഹൃത്ത് ജാക്കിയാണ്, ഒരു സൂപ്പർ 8 ഫിലിം ക്യാമറ. ഈ സൂപ്പർ 8 ക്യാമറ വെച്ചാണ് ഗില്ലിഗൻ പടം പിടുത്തത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. ചെറിയ സയൻസ് ഫിക്ഷൻ പടങ്ങൾ എടുക്കാനായിരുന്നു ആദ്യ ശ്രമം. സ്റ്റാർക്ക് എന്ന ആദ്യകാല പടത്തിൽ നായകൻ മൂത്ത സഹോദരൻ തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് ഗില്ലിഗൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. അവിടെ നിന്ന് ചലച്ചിത്ര നിർമ്മാണത്തിൽ ബിരുദം നേടിയ ഗില്ലിഗൻ ആ സമയത്തൊരു തിരക്കഥ എഴുതിയിരുന്നു, ഹോം ഫ്രൈസ്. അത് പിന്നീട് സിനിമയായി. 1989 ആ തിരക്കഥയ്ക്ക് ഗില്ലിഗന് വിർജീനിയ ഗവർണറുടെ തിരക്കഥാ രചന അവാർഡ് ലഭിച്ചു. ബ്രേക്കിംഗ് ബാഡിലൂടെയാണ് നമ്മൾ ഗില്ലിഗനെ അറിയുന്നതെങ്കിലും അതിനു മുൻപ് തന്നെ അയാൾ അമേരിക്കൻ ടെലിവിഷൻ രംഗത്ത് കളം പിടിച്ചിരുന്നു. ദ എക്സ് ഫയൽസിൻ്റെ എഴുത്തുകാരനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ ഗില്ലിഗൻ 1995 മുതൽ 98 വരെ മികച്ച ഡ്രാമ സീരീസിനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ജേതാവാണ്. ദ ലോങ് ഗൺമാൻ, വിൽ സ്മിത്തിന്റെ സൂപ്പർ ഹീറോ മൂവി ഹാൻകോക്ക്, വൈൽഡ് ആൻഡ് നാപ്പാം എന്നിവയിലൂടെ വിൻസ് ഗില്ലിഗൻ എന്ന പേര് പ്രേക്ഷകർക്ക് പരിചിതമായിരുന്നു. പക്ഷേ ദ ഗില്ലിഗൻ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പൂർണ്ണ രുചി പ്രേക്ഷകർ അറിയുന്നത് പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. 2004 എക്സ് ഫയൽ ഷോ അവസാനിച്ചിരിക്കുന്ന സമയം. എഴുതാനായി ആരും വിളിക്കുന്നില്ല. ഗില്ലും സുഹൃത്ത് ടോം ഷ്നൗസും ഇങ്ങനെ ചിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് സുഹൃത്ത് ആ തമാശ പറയുന്നത്, നമുക്കൊരു ക്യാരവാൻ എടുത്ത് ബാക്കിലൊരു മെറ്റ്ലാബ് സെറ്റ് ചെയ്ത് അമേരിക്ക ഒന്ന് കറങ്ങി വന്നാലോ. ആ തമാശയായിരുന്നു ഗില്ലിഗൻ്റെ യുറേക്ക മൊമെൻറ്റ്, വാൾട്ടർ വൈറ്റ് എന്ന ഹൈസൻബർഗിൻ്റെ വിത്ത്. അക്കാലത്ത് ടെലിവിഷൻ സീരീസുകൾക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഒരു കേന്ദ്ര കഥാപാത്രം. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ അയാളുടെ കഥയുമായി ആ ഷോ വർഷങ്ങളോളം സ്ട്രീം ചെയ്യും. എന്തുകൊണ്ട് ഈ കേന്ദ്ര കഥാപാത്രത്തിന് മാറ്റം കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട് ഒരു പാവം അധ്യാപകനെ സ്കാർഫേസ് ആക്കിക്കൂടാ? ഇതായിരുന്നു ബ്രേക്കിംഗ് ബാഡിൻ്റെ പിച്ച്. ഈ ട്രാൻസ്ഫോർമേഷൻ സൂചിപ്പിക്കാൻ തന്നെയാണ് സീരീസിന് ബ്രേക്കിംഗ് ബാഡ് എന്ന പേര് നൽകിയതും. റേസിംഗ് ഹെൽ എന്ന അർത്ഥം വരുന്ന തെക്കൻ അമേരിക്കൻ സംഭാഷണ ശൈലിയിലുള്ള പദമാണിത്. ടെലിവിഷൻ സീരീസുകളുടെ വിഷ്വൽ നറേറ്റീവ് സ്റ്റൈലുകൾ തന്നെ മാറ്റിയ സീരീസായിരുന്നു ബ്രേക്കിംഗ് ബാഡ്. ലാൻഡ്സ്കേപ്പുകൾ അടയാളപ്പെടുത്തുന്ന വൈറ്റ് ഷോട്ടുകൾ, താറുമാറായ ജീവിതത്തിലും വാൾട്ടർ വൈറ്റ് നിലനിർത്താൻ ശ്രമിക്കുന്ന ക്രമത്തെ പ്രതിഫലിപ്പിക്കുന്ന സിമെട്രിക്കൽ ഫ്രെയിംസ്, വ്യത്യസ്തവും ക്ലോസ്ട്രോഫോബിക്കുമായ ലോ ആംഗിൾ POVകൾ, ഗ്രാൻഡ് സ്കീമിൽ അശക്തരായ കഥാപാത്രങ്ങളെ കാണിക്കുന്ന ഓവർഹെഡ് ഷോട്ടുകൾ അയാൾ TV കാണലിനെ മറ്റൊരു അനുഭവമാക്കി. ഇനിയൊരു അല്പം ഫിസിക്സ് ആകാം. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സൈമിൾട്ടേനിയസ്ലി നോ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബറ്റോമിക് പാർട്ടിക്കിൾ വിത്ത് പെർഫെക്റ്റ് ആക്യുറസി. ഇതാണ് ഹൈസൻബർഗ് സിദ്ധാന്തം. ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിൻ്റെ നറേറ്റീവ് സ്റ്റൈലിൽ അബോധമായി ഈ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം കാണാം. ഈ സീരീസിൻ്റെ ഓരോ എപ്പിസോഡിലും, എന്തിനു പറയുന്നു, ഓരോ സീനിലും അപ്രവചനീയത തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അത് രസകരമാക്കിയത് ഡാർക്ക് ഹ്യൂമറിനെ ഗില്ലിഗൻ കൈകാര്യം ചെയ്ത രീതിയാണ്. കാറ്റ് ഇൻ ദ ബാഗ് എന്ന എപ്പിസോഡ് തന്നെ ഉദാഹരണം. പിന്നെ കൃത്യത. സ്ക്രിപ്റ്റ് പരിശോധിക്കാൻ ഒക്ലഹോമ സർവകലാശാലയിലെ ഒരു ഓർഗാനിക് കെമിസ്ട്രി പ്രൊഫസർ തന്നെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഉപരി കഥാപാത്രങ്ങളായിരുന്നു ഈ സീരീസിൻ്റെ നട്ടല്. വാൾട്ടർ വൈറ്റിനൊപ്പം ജെസി പിങ്മാനും സ്കൈലർ വൈറ്റും മാറി മറിയുന്നത് ഓരോ എപ്പിസോഡിലും കാണാം. അല്ലെങ്കിൽ ഇവർക്കൊപ്പമാണ് വാൾട്ടർ വൈറ്റ് ഹൈസൻബർഗായി മാറുന്നത്. ബ്രയാൻ ക്രാൻസ്റ്റൺ അവതരിപ്പിച്ച വാൾട്ടർ വൈറ്റ് കഥാപാത്ര പഠനത്തിന് പറ്റിയ സാമ്പിളാണ്. ക്യാൻസർ വന്നതിന് ശേഷം കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ആദ്യമല്ല അയാളെ ഡ്രഗ് കാർട്ടലുമായി ബന്ധിപ്പിക്കുന്നത്. അയാളുടെ ഈഗോ ആണ്, ഒരുതരം ഗോഡ് കോംപ്ലക്സ്. അതാണ് അയാളെ കൊണ്ട് ഐ ആം നോട്ട് ഇൻ ഡേഞ്ചർ സ്കൈലർ, ഐ ആം ദ ഡേഞ്ചർ എന്ന് പറയിപ്പിക്കുന്നത്. ഗസ്റിങ്ങുമായി ഒരു ചതുരംഗ കളിക്ക് പ്രകടിപ്പിക്കുന്നത്. ഒടുവിൽ ഞാനിതൊക്കെ എനിക്കായാണ് ചെയ്തത്, എനിക്കിത് ഇഷ്ടമാണ്, ഞാനിതിൽ മികച്ചതാണ് എന്നൊക്കെ പറയിപ്പിക്കുന്നത്. 4 എമ്മിക്കും അപ്പുറത്താണ് വാൾട്ടർ വൈറ്റായുള്ള ബ്രയാൻ ക്രാൻസ്റ്റന്റെ പകർന്നാട്ടം. ഇതിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് ജെസി പിങ്മാനായി ആരോൺ പോളും സ്കൈലർ വൈറ്റായി അന്ന ഗണ്ണും കാഴ്ചവെക്കുന്നത്. ഡ്രോപ്പൗട്ടും ഡ്രഗ് ഡീലറുമായ ജെസി ഒരു കോമഡി പീസല്ല, കുറ്റബോധവും ദുഃഖവുമാണ് ആ കഥാപാത്രത്തെ നിർവചിക്കുന്നത്. വാൾട്ടുമായുള്ള ഇയാളുടെ ബന്ധം എന്താണ്? ചിലപ്പോൾ അയാൾ അവനോട് മകനോടോ ഉറ്റ സുഹൃത്തിനോടോ എന്ന പോലെ പെരുമാറുന്നു. അതേസമയം അവൻ്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നു, ഒരു ഉപകരണമാക്കുന്നു. ജെസ്സിയുടെ പങ്കാളി ഡ്രഗ് ഓവർഡോസായി മരിക്കുന്നത് നോക്കി നിൽക്കുന്നത് വാൾട്ടർ വൈറ്റ് ആണോ ഹൈസൻബർഗ് ആണോ എന്ന ചോദ്യം സൃഷ്ടിക്കുന്നതും ഈ സങ്കീർണമായ ബന്ധമാണ്. സ്കൈലറിൻ്റെ കാര്യം നോക്കിയാൽ ആ സ്ത്രീയെ ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം പ്രേക്ഷകർ എപ്പോഴും നായകപക്ഷമാണല്ലോ. പക്ഷേ അസാധാരണമായൊരു സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയാണവർ. അവരുടെ എല്ലാ തീരുമാനവും അവരുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇനി അവരെ ചുറ്റിപ്പറ്റിയാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റെന്താണ്? ഈ കഥാപാത്രങ്ങളെല്ലാം ചേരുന്നിടത്താണ് ബ്രേക്കിംഗ് ബാഡ് മനോഹരമാകുന്നത്.
ജനപ്രിയമാകുന്നത്, അല്ലാതെ ഡ്രഗ് നിർമ്മിക്കുന്നതിൻ്റെ മാസ്റ്റർ ക്ലാസ് ആയിട്ടല്ല. ബ്രേക്കിംഗ് ബാഡിന് ശേഷം എന്ത് കാണും എന്നത് കാണികൾക്ക് വലിയൊരു ചോദ്യമായിരുന്നു. എന്ത് കണ്ടിട്ട് ഒരു തൃപ്തിയാകാത്ത പോലെ. അപ്പോഴാണ് അയാളുടെ വരവ്, ജിമ്മി മക്വിൽ എന്ന സ്ലിപ്പിംഗ് ജിമ്മി എന്ന സോൾ ഗുഡ്മാൻ്റെ വരവ്. നെറ്റ്ഫ്ലിക്സ് കാലത്ത് വിഷ്വൽ പോയട്രി പോലെയാണ് വിൻസ് ഗില്ലിഗൻ ബെറ്റർ കോൾ സോൾ എന്ന സീരീസ് അവതരിപ്പിച്ചത്. ബ്രേക്കിംഗ് ബാഡ് സീരീസിൽ നിന്ന് സോൾ ഗുഡ്മാനെ എടുത്ത് തീർത്തും തനതായ ഒരു പശ്ചാത്തലം ആ കഥാപാത്രത്തിന് ഗില്ലിഗൻ നൽകി. ഒരു തുടക്കവും ഒടുക്കവും നൽകി, ഒരേ സമയം ഒരു പ്രീക്വലും സീക്വലും. ഒരുപക്ഷെ ബ്രേക്കിംഗ് ബാഡിനേക്കാൾ പലർക്കും ഇഷ്ടം ഈ സീരീസ് ആയിരിക്കും. കഥാപാത്രങ്ങൾ എങ്ങനെ സ്ക്രീനിൽ നിന്നും കാണികളുടെ മനസ്സിലേക്ക് ആവേശിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ സീരീസ്. തീർത്തും പക്വമായ നിർമ്മിതി, എ പെർഫെക്റ്റ് ഡ്രാമ. ബ്രേക്കിംഗ് ബാഡിൽ നിന്നുകൊണ്ടല്ല ഗില്ലിഗൻ സോൾ ഗുഡ്മാൻ എഴുതിയത്, എഴുത്തിലൂടെ വികസിച്ച കഥയും കഥാപാത്രവുമാണത്. ജിമ്മിൽ നിന്ന് സോളായിട്ടുള്ള ഒരു മാസ് ട്രാൻസ്ഫോർമേഷൻ ഈ സീരീസിൽ കാണാൻ സാധിക്കില്ല. വളരെ പതുക്കെയാണ് ഈ വികാസം. ജിമ്മി കിം ബന്ധത്തിലൂടെ, ജിമ്മി ചക്ക് ബന്ധത്തിലൂടെ അനായാസവും എന്നാൽ സങ്കീർണവുമായ ഒരു ഒഴുക്ക്. ഇതിൽ കിം വെക്സ്ലർ എന്ന കഥാപാത്രത്തെ നമ്മൾ എടുത്തു പരിശോധിക്കണം. ജിമ്മിൻ്റെ പങ്കാളി. നമ്മൾ കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടുമെന്നും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ ദോഷകരമാകുമെന്നും ജിമ്മിനോട് പറയുന്ന കിം. അപ്പാർട്ട് വി ആർ ഓക്കെ ബട്ട് ടുഗദർ വി ആർ പോയ്സൺ. ആൽബക്കുക്ക് വിടും മുമ്പുള്ള കിമ്മിൻ്റെ ഈ ഡയലോഗിൽ ആ കഥാപാത്രം പൂർണ്ണമാണ്. കരിയറിൽ വളരാൻ ആഗ്രഹിക്കുന്ന, തൻ്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസ്യതയ്ക്കും ഇടയിൽ പോരാടുന്ന സ്ത്രീ. ഇത്ര കൃത്യമായി നിർവചിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ സീരീസുകളിൽ കുറവാണ്. ബെറ്റർ കോൾ സോളിലെ വില്ലൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അത് ഗസ്ഫ്രിങ് അല്ല. ബ്രേക്കിംഗ് ബാഡിലെ 2ാം സീസണിൽ 8ാം എപ്പിസോഡിൽ സോൾ ഗുഡ്മാൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു പേര് ലാലോ. അയാൾ ബെറ്റർ കോൾ സോളിൽ ലാലോ സലമാങ്കയാകുന്നു. കരിഷ്മയുടെയും ഹൊററിൻ്റെയും ഒരു സമ്മിശ്ര രൂപം. സീരീസിലെ ഒരുപക്ഷെ ബ്രേക്കിംഗ് ബാഡ് യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും അപ്രവചനീയ കഥാപാത്രം. ലാലോയുടെ സാന്നിധ്യം തന്നെ പ്രേക്ഷകരെ അസ്വസ്ഥരാക്കും. അയാൾ ചിരിക്കുകയാകും, പക്ഷേ ആ വിരലുകൾ ട്രിഗറിലാണോ എന്ന് നമ്മൾ അറിയാതെ സംശയിക്കും. ഒറ്റ വരിയിൽ പറഞ്ഞാൽ ചിരിക്കുന്ന പിശാച്. ബ്രേക്കിംഗ് ബാഡിൽ സ്വീകരിച്ച വ്യത്യസ്തമായ വിഷ്വൽ സ്റ്റൈൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട കോമ്പോസിഷനിലൂടെ, ലൈറ്റിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബെറ്റർ കോൾ സോളിൽ കാണാൻ സാധിക്കുന്നത്. കഥാപാത്രങ്ങളുടെ പിരിമുറുക്കവും ഒറ്റപ്പെടലും ഫ്രെയിമുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡയലോഗിന് മറുമരുന്നാണ് ഇവിടെ ഫ്രെയിമുകൾ. ഫ്രെയിമിലെ ശൂന്യമായ ഇടങ്ങൾ കഥാപാത്രങ്ങളുടെ വൈകാരിക ഒറ്റപ്പെടലിൻ്റെയും മാനസിക സമ്മർദ്ദത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവയായിരുന്നു. മെയിൽ സ്ലോട്ടുകളിൽ നിന്നും വെൻഡിങ് മെഷീനുകളിൽ നിന്നും ക്യാമറ കഥാപാത്രങ്ങളെ ഉറ്റുനോക്കി. അവയിൽ നമ്മൾ കണ്ടതാരെയാണ്? പല പേരിൽ പല മുഖംമൂടികളിൽ ജീവിക്കാനായി പൊരുതുന്ന ഒരു മനുഷ്യൻ. എല്ലാ കാലത്തും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആ ട്രാജിക് ഹീറോ. മോഡേൺ TV സീരീസ് കണ്ട ഏറ്റവും മികച്ച ഫിനാലെയാണ് ഗില്ലിഗൻ ബെറ്റർ കോൾ സോളിന് നൽകിയത്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ അത്യാഗ്രഹികളാണ്. നമ്മൾ ജീനിയസുകളുടെ ചെവി തിന്നും. വീണ്ടും വീണ്ടും മാസ്റ്റർ പീസുകൾക്കായി വാശി പിടിക്കും. എന്നാൽ ആ വാശിയെ തൃപ്തിപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരെയും നമ്മൾ തലയിലെടുത്ത് വെക്കില്ല. എത്ര മികച്ച ബ്രേക്കിംഗ് ബാഡ് നൽകിയാലും ഒരു ബെറ്റർ കോൾ സോൾ നൽകിയാലേ നമ്മൾ തൃപ്തരാകൂ. അല്ലെങ്കിൽ ദന്തഗോപുരങ്ങളിൽ നിന്ന് നമ്മൾ അവരെ കുലുക്കി താഴെയിടും. ഗില്ലിഗൻ്റെ ചെവിപ്പുറത്തും നമ്മൾ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. പ്ലൂരിബസ് എന്ന സൈഫൈ സീരീസുമായി എത്തുമ്പോൾ അയാൾക്കുമേൽ പ്രതീക്ഷയുടെ ഭാരം വലുതാണ്. പക്ഷേ ഹൈസൻബർഗിൻ്റെ സിദ്ധാന്തം ഓർമ്മയില്ലേ? ദ ലോ ഓഫ് അൺസർട്ടനിറ്റി. അതാണല്ലോ അയാളെയും നമ്മളെയും ഒന്നിപ്പിക്കുന്നത്.